രാജാക്കന്മാർ 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. രെമല്യാവിന്റെ മകനായ പേക്കഹിന്റെ 17-ാം ആണ്ടിൽ യഹൂദരാജാവായ യോഥാമിന്റെ മകൻ ആഹാസ് രാജാവായി. ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 20 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 16 സംവത്സരം വാണു. തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ല. അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകൾക്കൊത്തവണ്ണം തന്റെ മകനെ അഗ്നിപ്രവേശവും ചെയ്യിച്ചു. അവൻ പൂജാഗിരികളിലും കുന്നുകളിലും പച്ചവൃക്ഷത്തിൻ കീഴിലൊക്കെയും ബലി കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. അക്കാലത്തു അരാം രാജാവായ രസീനും ഇസ്രായേൽ രാജാവായ രെമല്യാവിന്റെ മകൻ പേക്കഹും യെരൂശലേമിനു നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു വന്നു ആഹാസിനെ നിരോധിച്ചു. എന്നാൽ അവനെ ജയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അന്ന് അരാം രാജാവായ രസീൻ ഏലത്ത് വീണ്ടെടുത്ത് അരാമിനോട് ചേർത്ത് യഹൂദന്മാരെ ഏലത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അരാമ്യർ ഏലത്തിൽ വന്ന് ഇന്നുവരെയും അവിടെ പാർക്കുന്നു. ആഹാസ് അശ്ശൂർ രാജാവായ തിഗ്ലത്ത് പെലേസരിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദാസനും നിന്റെ പുത്രനുമാകുന്നു. നീ വന്ന് എന്നോട് എതിർത്തിരിക്കുന്ന അരാം രാജാവിന്റെ കൈയിൽ നിന്നും ഇസ്രായേൽ രാജാവിന്റെ കൈയിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന് പറയിച്ചു. അതിനായിട്ട് ആഹാസ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലും ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയും പൊന്നും എടുത്ത് അശ്ശൂർ രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു. അശ്ശൂർ രാജാവ് അവന്റെ അപേക്ഷ കേട്ടു. അശ്ശൂർ രാജാവ് ദമേശേക്കിലേക്ക് ചെന്ന് അതിനെ പിടിച്ചു. അതിലെ നിവാസികളെ കീറിലേക്ക് ബദ്ധരായി കൊണ്ടുപോയി രസീനെ കൊന്നുകളഞ്ഞു. ആഹാസ് രാജാവ് അശ്ശൂർ രാജാവായ തിഗ്ലത്ത് പിലേസരിനെ എതിരേൽപ്പാൻ ദമേശേക്കിൽ ചെന്നു. ദമേശേക്കിലെ ബലിപീഠം കണ്ടു. ആഹാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടെയുള്ള മാതൃകയും ഊരിയ പുരോഹിതൻ കൊടുത്തയച്ചു. ഊരിയ പുരോഹിതൻ ഒരു യാഗപീഠം പണിതു. ആഹാസ് രാജാവ് ദമേശേക്കിൽ നിന്ന് അയച്ച പ്രകാരമൊക്കെയും ആഹാസ് രാജാവ് ദമേശേക്കിൽ നിന്ന് വരുമ്പോഴേക്ക് ഊരിയ പുരോഹിതൻ അത് പണിതിരുന്നു. രാജാവ് ദമേശേക്കിൽ നിന്ന് വന്നപ്പോൾ ആ യാഗപീഠം കണ്ടു. രാജാവ് യാഗപീഠത്തിങ്കൽ ചെന്നു അതിന്മേൽ കയറി ഹോമയാഗവും ഭോജനയാഗവും ദഹിപ്പിച്ചു. പാനീയയാഗവും പകർന്ന് സമാധാന യാഗങ്ങളുടെ രക്തവും യാഗപീഠത്തിന്മേൽ തളിച്ചു. യഹോവയുടെ സന്നിധിയിലെ താമ്രയാഗപീഠം അവൻ ആലയത്തിന്റെ മുൻവശത്ത് തന്റെ യാഗപീഠത്തിനും യഹോവയുടെ ആലയത്തിനും മധ്യേ നിന്ന് നീക്കി തന്റെ യാഗപീഠത്തിന്റെ വടക്കുവശത്ത് കൊണ്ടുപോയി വെച്ചു. ആഹാസ് രാജാവ് ഊരിയ പുരോഹിതനോട് കൽപ്പിച്ചത്, മഹായാഗപീഠത്തിന്മേൽ നീ രാവിലത്തെ ഹോമയാഗവും വൈകുന്നേരത്തെ ഭോജനയാഗവും രാജാവിന്റെ ഹോമയാഗവും ഭോജനയാഗവും ദേശത്തെ സകല ജനത്തിന്റെയും ഹോമയാഗവും ഭോജനയാഗവും ദഹിപ്പിക്കുകയും അവരുടെ പാനീയയാഗങ്ങൾ കഴിക്കുകയും ഹോമയാഗങ്ങളുടെയും ഹനനയാഗങ്ങളുടെയും രക്തമൊക്കെയും തളിക്കുകയും ചെയ്യണം. താമ്രയാഗപീഠത്തെപ്പറ്റിയോ ഞാൻ ആലോചിച്ചുകൊള്ളാം. ആഹാസ് രാജാവ് കൽപ്പിച്ചതുപോലെയൊക്കെയും ഊരിയ പുരോഹിതൻ ചെയ്തു. ആഹാസ് രാജാവ് പീഠങ്ങളുടെ ചട്ടപ്പലക കണ്ടിച്ച് തൊട്ടിയെ അവയുടെ മേൽ നിന്ന് നീക്കി താമ്രക്കടലിനെയും അതിന്റെ കീഴെ നിന്ന താമ്രക്കാളപ്പുറത്തുനിന്ന് ഇറക്കി ഒരു കൽത്തളത്തിന്മേൽ വെച്ചു. ആലയത്തിങ്കൽ ഉണ്ടാക്കിയിരുന്ന ശബത്ത് താഴ്വാരവും രാജാവിന് പ്രവേശിപ്പാനുള്ള പുറത്തെ നടയും അശ്ശൂർ രാജാവിനെ വിചാരിച്ച് യഹോവയുടെ ആലയത്തിങ്കൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ആഹാസ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആഹാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകൻ ഹിസ്കിയാവ് അവന് പകരം രാജാവായി.